ഡിവാൾട്ട് DW801 മെഷീൻ്റെ ഹെഡിലെ ബെയറിംഗ് മാറ്റുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൽ നല്ല പ്ലേ ഉണ്ട്. അപ്പോൾ ഈ ബെയറിംഗ് എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബെയറിംഗ് മാറ്റുന്നതിന് കറക്റ്റ് മെത്തേഡിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ ഹെൽപ്പ് വേണം. അപ്പോൾ ഹൈഡ്രോളിക് പ്രസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ശരിയായ മെത്തേഡിൽ മാറ്റാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഗിയർ ഇതിൽ കാണപ്പെടുന്നത് മാക്സിമം നല്ല ടൈറ്റോടുകൂടെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും ടൈറ്റ് വരുമ്പോൾ ഇത് അടിച്ചിളക്കുന്നത് അത്ര സേഫ്റ്റി അല്ല. ഈ ഗിയർ ഈ ഷാഫ്റ്റിൽ നല്ല ടൈറ്റായിട്ടാണ് കാണപ്പെടുന്നത്. അത് ഇളക്കുന്നത് അടിച്ചിളക്കാൻ പാടില്ല. മാക്സിമം ഹൈഡ്രോളിക്കിൽ തന്നെയാണ് ഇളക്കേണ്ടത്. ഹൈഡ്രോളിക്കിൽ ഇളക്കുകയാണെങ്കിൽ ഷാഫ്റ്റിന് ഡാമേജ് ഒന്നും വരില്ല. അടിച്ചിളക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഷാഫ്റ്റിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അടിച്ചാലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അടിച്ചിളക്കേണ്ടി വരും. അപ്പോൾ ഇത് ഹൈഡ്രോളിക്കിൽ എങ്ങനെയാണ് ഇളക്കുന്നതെന്ന് നോക്കാം. ഇതിൽ ഈ സൈഡ് ഗ്യാപ്പുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പ് കവർ ചെയ്യാനായിട്ട് 3 സൈഡായിട്ട് 3 വാഷർ വെച്ച് കൊടുക്കണം. കറക്റ്റ് സീറ്റിംഗ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ബെയറിംഗ് ഹോൾഡർ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് 3 സൈഡ് ഗ്യാപ്പ് ടൈറ്റ് ആവുന്ന രീതിയിൽ 3 വാഷർ വെച്ച് കൊടുക്കണം. വാഷർ അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കിങ്ങിനായിട്ട് എന്തെങ്കിലും മെറ്റൽ പീസ് ഒരേ കനത്തിലുള്ളത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഹൈഡ്രോളിക്കിൽ വെച്ച് പ്രസ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ നല്ല രീതിയിൽ കറക്റ്റായിട്ട് സീറ്റിംഗ് ആവുന്ന രീതിയിൽ ഉള്ള ഒരു പീസിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷമേ ലോഡ് കൊടുക്കാവൂ. ഹൈഡ്രോളിക്കിൽ മുമ്പ് ഹാൻഡ് പമ്പാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ സിംഗിൾ ഫേസ് മോട്ടർ വെച്ചിട്ട് ഒരു പവർ പാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പവറിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ 3 ഫേസ് മോട്ടർ ഉപയോഗിച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ സിംഗിൾ ഫേസ് മോട്ടർ ഉപയോഗിച്ചാണ് ഇത് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. എങ്കിലും നല്ല രീതിയിൽ കറക്റ്റായിട്ട് 3 ഫേസ് മോട്ടർ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഗിയറിൽ നിന്ന് ഷാഫ്റ്റ് എങ്ങനെയാണ് ഊരിയെടുക്കുന്നതെന്ന് നോക്കാം. ഇനി ചെറിയ ഷാഫ്റ്റ് ഉപയോഗിച്ച് തട്ടി ഇളക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു. ഇതിൽ ചുറ്റിയേക്ക് അടിച്ചിളക്കുന്നത് സേഫ്റ്റി അല്ല. അപ്പോൾ തിരിച്ച് ഇതിലേക്ക് സെറ്റ് ചെയ്യുന്നതും ഹൈഡ്രോളിക് പ്രസ്സിൽ തന്നെയാണ്. അപ്പോൾ അത് ചിലത് അല്പം ടൈറ്റ് കുറവാണെങ്കിൽ അത് ഹാൻഡ് പ്രസ്സിലും തിരിച്ച് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും ഹൈഡ്രോളിക്കിൽ തന്നെ സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബെയറിംഗ് മാറ്റിയിടാം. ഇതിലും ഈ സ്പോഞ്ചുണ്ട്. സ്പോഞ്ച് മിസ്സാകാതെ വയ്ക്കണം. പുറത്തു നിന്നുള്ള പൊടി ഇതിനുള്ളിൽ വരാതിരിക്കാനാണ് ഈ സ്പോഞ്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ 62001 ബെയറിംഗ് ആണ്. 6201 അല്ല, 62001 62001 ബെയറിംഗ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ബെയറിംഗും ഗിയറെല്ലാം സെറ്റ് ചെയ്തിട്ട് തിരിച്ച് സെറ്റ് ചെയ്താൽ മതിയാവും. തിരിച്ച് ബെയറിംഗ് ഹോൾഡറിനകത്ത് സെറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില മോഡലുകളിൽ ഇതിനകത്ത് സർക്ലിപ്പ് ഉണ്ടാവും. അപ്പോൾ സർക്ലിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഇളക്കിയെടുക്കുന്ന സമയത്ത് ഈ ഷാഫ്റ്റും ഗിയർ സെറ്റും എല്ലാം സെപ്പറേറ്റ് ഇളക്കി എടുത്തതിന് ശേഷം ഗിയർ ഇളക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ ഈ സർക്ലിപ്പ് ഉണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ സർക്ലിപ്പ് ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇളക്കിയാൽ മാത്രമേ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇളക്കി അതേ മെത്തേഡിൽ തന്നെ ഇളക്കുന്നതാണ് സേഫ്റ്റി. ഇനി ഗിയറിനെ ഇതിലേക്ക് തിരിച്ച് സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ഗിയറിൻ്റെ ഈ പല്ലിൽ ലോഡ് വരാത്ത രീതിയിലാണ് സപ്പോർട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ ഒരു പീസ് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിയറിൻ്റെ പല്ലിൽ പ്രശ്നം വരില്ല, പല്ലിൽ ലോഡ് വരില്ല. അപ്പോൾ ഇതുപോലെ ഒരു പീസ് വെച്ചിട്ടാണ് സപ്പോർട്ട് കൊടുക്കേണ്ടത്. കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചിട്ടേ ലോഡ് കൊടുക്കാവൂ. സീറ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് സീറ്റിംഗ് ആയിട്ടുണ്ട്. ഇനി തിരിച്ച് സെറ്റ് ചെയ്യാം. ബെയറിംഗ് ഹോൾഡറിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇതൊന്ന് ഓട്ടിച്ച് നോക്കാം. ഒരു ഷേക്കൊന്നും തന്നെ ഇല്ല, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ പവർ ടൂൾസിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.